നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺഫോർമേഷണൽ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷനും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺഫോർമേഷണൽ സ്റ്റെബിലിറ്റി ആയിരുന്നു നോക്കിയത്. ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ മോളിക്യൂൾസിൻ്റെ കൺഫോർമേഷണൽ അനാലിസിസ് എടുത്ത് നോക്കുവാണ്. അപ്പോൾ ആ മോളിക്യൂളിൻ്റെ മോർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ഏതാണ്, അതെന്തുകൊണ്ടാണ് അത് മോർ സ്റ്റേബിൾ കൺഫോർമർ ആയിട്ട് മാറിയത്, അപ്പോൾ ആ മോർ സ്റ്റേബിൾ കൺഫോർമറിനെ ന്യൂമാൻ പ്രൊജക്ഷനിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം, അങ്ങനെയാണ് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺഫോർമേഷണൽ അനാലിസിസ് ഓഫ് സം എസൈക്ലിക് സിസ്റ്റം. എസൈക്ലിക് സിസ്റ്റത്തിൻ്റെ അകത്ത് ഏറ്റവും ആദ്യത്തേതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൺഫോർമേഷണൽ അനാലിസിസ് ഓഫ് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഈഥെയിൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈഥെയിൻ്റെ അതിൽ പല ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹാലോജിനോ ആൽക്കെയിൻ. അപ്പൊ ഈഥെയിൻ ആകുമ്പം അത് ഈഥൈൽ ഹാലൈഡ്സ് ആകും. അപ്പൊ നമ്മൾ ജനറലൈസ് ചെയ്ത് ഹാലോജിനോ ആൽക്കെയിൻസ് എന്ന് തന്നെയാണ് എടുത്ത് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈഥൈൽ ഹാലൈഡ്. ഫോർമുല എന്ന് പറയുമ്പോൾ CH3CH2X. എക്സ് എന്ന് പറയുന്നത് ഫ്ലോറിൻ ആകാം, ക്ലോറിൻ ആകാം, ബ്രോമിൻ ആൻഡ് അയോഡിൻ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ഒരു മോളിക്യൂൾ ഇപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഡിസ്കസ് ദ കൺഫർമേഷണൽ അനാലിസിസ് ഓഫ് 1 ഹാലോ ഈഥെയിൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഡ്രോ ദ സ്റ്റേബിൾ കൺഫോർമേഷൻ ഓഫ് ഫ്ലൂറോ ഈഥെയിൻ അല്ലെങ്കിൽ ക്ലോറോ ഈഥെയിൻ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊപ്പൈനും ബ്യൂട്ടൈൻ്റെയും ഒക്കെ കൺഫർമേഷൻസ് വരച്ചപ്പം നമ്മൾ അതിൻ്റെ എല്ലാ കൺഫർമേഷൻസും വരച്ചു. അതായത് ഫുള്ളി എക്ലിപ്സ്ഡ് തുടങ്ങി 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ കൺഫർമേഷൻസും വരച്ചു. ഇനിയുള്ള കേസുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള പോർഷൻസിൽ നമ്മൾ സ്റ്റേബിൾ കൺഫർമേഷൻസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എക്ലിപ്സ്ഡ് കൺഫോർമേഷനുള്ള ആ ഒരു കൺഫോർമേഷൻസിനെ നമ്മൾ പാടെ ഒഴിവാക്കുവാണ്. കാരണം എക്ലിപ്സ്ഡ് കൺഫോർമേഷന് ഒരിക്കലും സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാഗേർഡ് കൺഫോർമേഷൻസ് മാത്രമേ ഈ കേസുകളിൽ നോക്കുന്നുള്ളൂ. അപ്പൊ ഡ്രോ ദ സ്റ്റേബിൾ കൺഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്കസ് ദ കൺഫോർമേഷണൽ അനാലിസിസ് എന്ന് പറയുമ്പം നമ്മൾ അവിടെ സ്റ്റാഗേർഡ് കൺഫോർമേഷൻ മാത്രം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഈഥൈൽ ഹാലൈഡ്സ് നമ്മൾ എടുക്കുമ്പം ഈഥൈൽ ഹാലൈഡ്സിന് മെയിൻ ആയിട്ട് 3 സ്റ്റാഗേർഡ് കൺഫോർമേഷൻസ് ആണ് ഉള്ളത്. ഇത് കണ്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് CH3CH2X 2 കൈറാൽ കാർബൺ ആറ്റം ഉണ്ട്. ഒന്ന് ഈ കാർബണും ഒന്ന് ഈ കാർബണും. അപ്പൊ ന്യൂമാൻ പ്രൊജക്ഷൻ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ട് കാർബൺ ആറ്റം ഇത്, ബാക്ക് കാർബൺ ആറ്റം ആണ് ഈ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈഥൈൽ ഹാലൈഡ് എടുക്കുമ്പം ഇതിൽ ഏത് വേണേലും നിങ്ങൾക്ക് ഫ്രണ്ട് കാർബണെ ആക്കാം കേട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പൊ ഈ കേസിൽ ഇതിനെയാണ് ഫ്രണ്ട് കാർബൺ ആറ്റം ആയിരിക്കുന്നത്. അപ്പൊ ആ കൈറാൽ കാർബൺ ആറ്റത്തിലുള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ? 2 ഹൈഡ്രജനും 1 Cl. ഈ കാർബൺ ആറ്റമാണ് ബാക്ക് കാർബൺ ആറ്റം ആയിട്ടിരിക്കുന്നത്. അതിൽ ആരൊക്കെയാണുള്ളത്? 3 H. അപ്പൊ H. അപ്പൊ ആദ്യത്തെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓരോ ഹൈഡ്രജനെയും കണ്ടോ, ABCDE എന്നും പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് 3 കൺഫർമേഷൻ സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ഇതിലാക്കും. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എന്താ? ഐദർ ഫ്രണ്ട് കാർബൺ ആറ്റം അല്ലെങ്കിൽ ബാക്ക് കാർബൺ ആറ്റം ഒരാളെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പൊ ഈഥൈൽ ഹാലൈഡ്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ എല്ലാ സ്റ്റാഗേർഡ് കൺഫർമേഷൻസിനും ഏകദേശം ഒരേ സ്റ്റെബിലിറ്റിയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ക്ലോറിൻ മാറി ഇവിടെ ഇപ്പം വേറൊരു ഫാക്ടർ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല അല്ലെ, സ്റ്റെറിക് ഫാക്ടർ വരുന്നില്ല. കാരണം ബാക്കി എല്ലാ ഗ്രൂപ്പുകളും ഐഡന്റിക്കൽ ആണ്. Cl അവിടെ തന്നെയാണ്. Cl-നെ നമ്മൾ എപ്പം നോക്കിയാലും അതിന്റെ ചുറ്റിനും 2 ഹൈഡ്രജൻ ആറ്റം തന്നെയാണ് നിൽക്കുന്നത്. ഹൈഡ്രജന് സൈസിന് വലിയ കാര്യമായിട്ടില്ലാത്തത് കൊണ്ട് അവിടെ സ്റ്റെറിക് ഫാക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ക്ലോറിൻ മാറ്റി ബ്രോമിനോ അയോഡിനോ
ഫ്ലൂറിനോ കൊണ്ടുവരുവാണെങ്കിലും the increasing in the size is compensated by the corresponding increase in the bond length as the halogen atom changes from fluorine, chlorine, bromine to iodine. We know that iodine has the maximum size, or it is the largest halogen. So iodine വരുമ്പോഴത്തേക്കിന് ക്ലോറിന് പകരം ഇവിടെ അയോഡിൻ വരുമ്പോഴത്തേക്കിന് സ്റ്റെബിലിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ കൺഫോർമേഴ്സിന്റെ സ്റ്റെബിലിറ്റിക്ക് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ക്ലോറിൻ സൈസ് കൂടുന്നതിനനുസരിച്ച് ഇവിടെ ബോണ്ട് ലെങ്തും കറസ്പോണ്ടിങ് ബോണ്ട് ലെങ്തും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഇപ്പം ക്ലോറിന് പകരം അയഡിൻ വന്നെന്ന് കരുതുക. അയഡിൻ ആണ് വരുന്നത്. അപ്പൊ അയഡിൻ വരുമ്പോ എന്ത് പറ്റും, ഈ ബോണ്ട് ഇതിനനുസരിച്ച് വീണ്ടും ഇൻക്രീസ് ചെയ്യും, ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും, ഇങ്ങനെ വരും. പക്ഷെ ബാക്കി ബോണ്ട് ലെങ്തുകൾക്കൊന്നും വ്യത്യാസം വരത്തില്ല, അത് അതുപോലെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം സൈസ് കൂടുമ്പോഴത്തേക്കിന് ബോണ്ട് ലെങ്തും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇൻക്രീസ് ഇൻ സൈസിനെ അവിടെ കോമ്പൻസേറ്റ് ചെയ്യുക. For almost all alkyl halide, ethyl halide, not alkyl halides, ethyl halides have almost the same energy. അങ്ങനെയാണ് ഈഥൈൽ ഹാലൈഡിന്റെ കൺഫർമേഷണൽ അനാലിസിസ് നമ്മൾ പറയുന്നത്. ഈ രണ്ടാമത്തെ കേസാണ് പ്രൊപ്പൈൽ ക്ലോറൈഡ്. പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ അകത്ത് ഫോർമുല എന്താണ്? CH3 CH2 CH2 Cl. അതും ഇതുപോലെ തന്നെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് രണ്ട് കൺഫോർമേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യും. വൺ ഈസ് ആന്റി ആൻഡ് ദ അതർ ടു ആർ ഗോഷെ ഫോംസ്. ഇവിടെ ആന്റിയും ഗോഷയും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ബാക്കി ഗ്രൂപ്പുകളെല്ലാം സെയിം ആണ്. അപ്പൊ അവിടെ ആന്റി ഗോഷ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നില്ല. പക്ഷെ പ്രൊപ്പൈൽ ക്ലോറൈഡ് വരുമ്പം അതിന്റെ 3 സ്റ്റാഗേർഡ് ഫോംസിൽ ഒരെണ്ണം ആന്റി ആയിട്ടും ബാക്കി രണ്ടെണ്ണം ഗോഷെ കൺഫോർമർ ആയിട്ടുമാണ് നിൽക്കുന്നത്. ഈ പ്രൊപ്പൈൽ ക്ലോറൈഡിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഗോഷെ കൺഫോർമർ പ്രിഡോമിനേറ്റ്സ് ഓവർ ആന്റി. സാധാരണ കേസിൽ നമ്മൾ പറയും ആന്റിക്കാണ് മോർ സ്റ്റെബിലിറ്റി എന്ന്. കാരണം എന്താന്ന് ചോദിച്ചാൽ ആന്റിക്കകത്ത് രണ്ട് ഗ്രൂപ്പുകളും ഓപ്പോസിറ്റ്, അതായത് ബൾക്കി ഗ്രൂപ്പ് ആയിട്ടുള്ളവർ ഓപ്പോസിറ്റ് വരും. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിന്റെ കൂടെ തന്നെ ഈ സ്ട്രക്ചറും വരയ്ക്കണം. പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ ന്യൂമാൻ പ്രൊജക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആന്റി എന്ന് പറയുമ്പം Cl-ഉം CH3-യും ഓപ്പോസിറ്റ് വരും അല്ലെ? പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ എങ്ങനെയാ? CH3 ഫോർമുല എങ്ങനെയാ? CH3 CH2 CH2 Cl. ഇതല്ലേ പ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര കൈറാൽ സെന്റേഴ്സ് ഉണ്ട്? ആദ്യത്തെ കൈറാൽ കാർബൺ ആറ്റം ഇതാണ്. കൈറാൽ കാർബൺ ആറ്റത്തെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ നിങ്ങൾ. ഇതാണ് രണ്ടാമത്തെ കൈറാൽ കാർബൺ ആറ്റം. അപ്പൊ ഈ കാർബൺ ഒരാള് ഫ്രണ്ട് കാർബൺ ആറ്റം ആക്കുവാണെങ്കിൽ ഇതാണ് ഇവര് ഫ്രണ്ട് കാർബൺ ആറ്റമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ ആരൊക്കെയാ ഉള്ളത്? 2 ഹൈഡ്രജനും 1 Cl-ഉം അല്ലെ? ഇത് ബാക്ക് കാർബൺ ആറ്റം ആക്കുവാണെങ്കിൽ ഇത് ആരൊക്കെയാ ഉള്ളത്? 2 ഹൈഡ്രജനും 1 CH3. അങ്ങനെയല്ലേ വരുന്നത്. കൈറാൽ കാർബൺ ആറ്റം പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ആന്റിക്കകത്ത് Cl-ഉം CH3-യും ഓപ്പോസിറ്റ് വരും. ഗോഷയ്ക്കകത്ത് എന്ത് വരും? Cl-ഉം CH3-യും അടുപ്പിച്ച് വരും. അതാണ് ഗോഷെ എന്ന് പറയുന്നത്. ഈ ബൾക്കി ഗ്രൂപ്പ്സ് അടുത്തടുത്ത് വരുന്ന സ്റ്റാഗേർഡ് ഫോമിനാണ് ഗോഷെ എന്ന് പറയുന്നത്. രണ്ടാമത്തേൻ്റെ അകത്ത് Cl-ഉം CH3-യും അപ്പുറത്തും വരും. അപ്പൊ ഇതിന്റെ അകത്ത് ലിക്വിഡ് നമ്മളപ്പോ പ്രതീക്ഷിക്കുന്ന എന്താ? ഇതിന്റെ അകത്ത് Cl-ഉം CH3-യും ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൊണ്ട് ഇതിനാണ് സ്റ്റെബിലിറ്റി കൂടുതലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ
പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ കേസിൽ ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഗോഷെ കൺഫോർമർ ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. പ്രിഡോമിനേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബീക്കർ എടുക്കുവാണ്, പ്രൊപ്പൈൽ ക്ലോറൈഡ് അതിലുണ്ട്, ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 90% ഈ ഗോഷെ ഫോമിലായിരിക്കും നിൽക്കുന്നത്. ബാക്കി 10% മാത്രമേ ഉള്ളൂ ഈ ആന്റി ഫോം എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ഈ ഗോഷെ കൺഫോർമർ പ്രിഡോമിനേറ്റ്സ് എന്ന് പറയുന്നത്. ആ ബീക്കറിൻ്റെ അകത്ത് ഈ 3 കൺഫോർമറിലും പ്രൊപ്പൈൽ ക്ലോറൈഡ് നിൽക്കും. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഷെ ഫോം ആയിരിക്കും കാണാൻ പറ്റുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ വൈ ദ ഗോഷെ ഫോം for propyl chloride predominates in gaseous and liquid state is that here the torsional angle between Cl and CH3, നമ്മൾ വിചാരിക്കും Cl-ഉം CH3-യും അടുത്തടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് സ്റ്റെറിക് റിപ്പൽഷൻ വരും. പക്ഷെ ഈ കേസിൽ പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ കേസിൽ the torsional angle between CH3 and Cl is 70 degree. ഈ ഒരു ബോണ്ട് ആംഗിളിൽ അല്ലെങ്കിൽ ഈ ഒരു ടോർഷണൽ ആംഗിളിൽ വാണ്ടർവാൾ അട്രാക്റ്റീവ് ഫോഴ്സ് വിൽ പ്രിഡോമിനേറ്റ്സ് ഓവർ റിപ്പൾസീവ് ഫോഴ്സ്. നമുക്കറിയാം അട്രാക്റ്റീവ് ഫോഴ്സ് എപ്പോഴും ആ സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി കൂട്ടും, റിപ്പൾസീവ് ഫോഴ്സ് ആ സിസ്റ്റത്തിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ കേസിൽ ഈ ഒരു ബോണ്ട് ആംഗിളിൽ അവിടെ വാണ്ടർവാൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് റേദർ ദാൻ വാണ്ടർവാൾ റിപ്പൾസീവ് ഫോഴ്സ്. അതുകൊണ്ടാണ് ഗോഷെ കൺഫോർമർ ഗേഷ്യസ് സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ കേസിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ആന്റി ഫോമിൽ എന്ത് പറ്റുന്നെന്ന് ചോദിച്ചാൽ, അപ്പൊ നമുക്ക് ആന്റി ഫോമിൽ ഇത് രണ്ടും ഓപ്പോസിറ്റ് നിൽക്കുമ്പം അവിടെ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ ഇല്ലേ, സ്റ്റെറിക് സ്ട്രെയിൻ കുറവല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. ആന്റി കൺഫോർമറിനകത്ത് ദ അട്രാക്റ്റീവ് ഫോഴ്സ് സീസസ് ടു എക്സിസ്റ്റ്, അല്ല ഇവിടെ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നുള്ള ആ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ ആന്റി ഫോമിൽ ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദ ലോങ്ങർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇന്ററാക്ടിങ് ഗ്രൂപ്പ്. ഗോഷെ ഫോമില് ആ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ അവിടെ ഉണ്ടായതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റെറിക് എന്ന് പറയുന്ന ഏറ്റവും അവസാനം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. അതിനെ ഇതിനെല്ലാം ഓരോ മെഷർമെന്റ് അല്ലേ, അപ്പൊ മെഷർ ചെയ്യുമ്പം ഈ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അതിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് അവിടെ ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സ് മെഷർ ചെയ്തപ്പോൾ അത് 8 കിലോ ജൂൾസ് കണ്ടു, മറ്റേത് 1 ഉള്ളൂ. സ്റ്റെറിക് സ്ട്രെയിൻ ആ സിസ്റ്റത്തിന് കൊടുക്കുന്ന സ്റ്റെബിലിറ്റി മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മറ്റേനാണ് അവിടെ പ്രിഡോമിനേറ്റ് ചെയ്ത് വരുന്നത്, ഒരാളല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പൊ എല്ലാ കേസും ഇതെങ്ങനെ അറിയും മിസ്സേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കുറെ സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് ഉണ്ട് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ, ഇതിൽ നിന്നും വ്യത്യാസം വന്ന് ഒന്നും ചോദിക്കത്തില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റുമാണ് പറഞ്ഞത്. ഇതിന് വേറൊരു കേസും കൂടി ഉണ്ട്, അതായത് അത് ഇതിലല്ല കേട്ടോ, പ്രൊപ്പൈൽ ക്ലോറൈഡിന്റെ കേസിലല്ല. അപ്പൊ ഇതിന്റെ ഓർത്തോണം ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ഗോഷെ കൺഫോർമർ ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ബ്യൂട്ടൈൽ ക്ലോറൈഡ് നമ്മൾ എടുത്താലും സെയിം കേസ് തന്നെ, ഗോഷെ കൺഫോർമർ ആണ് ലിക്വിഡ് സ്റ്റേറ്റിലും ഗേഷ്യസ് സ്റ്റേറ്റിലും പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനിയും മൂന്നാമത്തെ കേസാണ് 1,2-ഡൈഹാലോജിനോ ഈഥെയ്ൻ. ഫോർമുല XCH2CH2X. ഈഥെയിന്റെ 1,2 പൊസിഷനിൽ ഹാലജൻ വരുന്നു. ഇതിനും 2 കൺഫോമേഴ്സ് ഉണ്ട്. ഇതാണ് 2 കൈറാൽ കാർബൺ ആറ്റം. ഒരെണ്ണത്തെ 2 ഹൈഡ്രജനും 1 Cl ഉണ്ട്. ഇപ്പൊ ഹാലജൻ ഏതാണ്, ഇവിടെ Cl വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക് കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജനും 1 ഹാലജനും ഉണ്ട്. ഇതിനും അപ്പൊ 2 കൺഫോമേഴ്സ് പോസിബിൾ ആണ്, ആന്റിയും ഗോഷയും. ഇവിടെ ആന്റി ഫോം ഈസ് മോർ സ്റ്റേബിൾ
in the gaseous state. 1,2-dihalogenopropane കേസിൽ ഓർത്തോൺ gaseous സ്റ്റേറ്റില് ആന്റി ഈസ് മോർ സ്റ്റേബിൾ ദാൻ ഗോഷെ. 1,2-ഡൈഹാലോജിനോ നമ്മൾ 2 കേസ് എടുക്കുന്നുണ്ട്. ഒന്ന് ഗേഷ്യസ് ആൻഡ് നോൺ പോളാർ സോൾവെൻസിലും രണ്ടാമത്തത് പോളാർ സോൾവെൻസിലും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു 2 പോളാർ ഗ്രൂപ്പ്സ് വരുന്നുണ്ട് അല്ലേ, 2 ഹാലജൻ ആറ്റം. അപ്പൊ പോളാർ ഗ്രൂപ്പ്സ് വരുമ്പോൾ അതിലേക്ക് വരുന്ന ഫാക്ടർ ഏതാണ്? ഡൈപോൾ റിപ്പൽഷൻ എന്നുള്ള ഫാക്ടർ കയറി വരുന്നുണ്ട് അല്ലേ. ഡൈപോൾ റിപ്പൽഷൻസ് ഉണ്ട്, ECCl ഡൈപോൾസ് തമ്മിൽ. അപ്പൊ നോൺ പോളാർ സോൾവെൻസിലും ഗേഷ്യസ് സ്റ്റേറ്റിലും ആന്റി കൺഫോർമർ എന്തുകൊണ്ടായിരിക്കും മോർ സ്റ്റേബിൾ ആയേ? ഇവിടെ സ്റ്റെറിക് ഫാക്ടറും ഡൈപോൾ റിപ്പൽഷനും ലെസ് ആണ്. സോ ഈ ഗോഷെ ഫോമിന്റെ അകത്ത് എന്ത് പറ്റും? ഇതാണ് ഗോഷെ ഫോം. ഗോഷെ ഫോം ഈസ് ലെസ് സ്റ്റേബിൾ because of the dipole repulsion between the CX അല്ലെങ്കിൽ CCl dipoles. അപ്പൊ ബ്രോമിനും അയോഡിനും ബ്രോമിനും ക്ലോറിനും ഒക്കെ വന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഫ്ലൂറിന്റെ കേസിൽ മാത്രം ഒരു വ്യത്യാസം വരുന്നുണ്ട്, അത് അടുത്ത സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം 1,2-ഡൈഹാലോജിനോ ആന്റി ഫോമും ഗോഷെ ഫോമും ഉണ്ട്. അത് നിങ്ങൾ വരയ്ക്കണം ബുക്കേൽ ആദ്യമേ. ഇതിന് 2 കേസ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലും നോൺ പോളാർ സോൾവെൻസിലും പിന്നെ പോളാർ സോൾവെൻസിലും കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു സെപ്പറേഷൻ അവിടെ വരാനുള്ള കാരണം ഇവിടെ 2 പോളാർ ഗ്രൂപ്പ്സ് വരുന്നത് കൊണ്ട് ഡൈപോൾ എന്നുള്ള ഫാക്ടർ അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. Antiform is more stable in gaseous and non-polar solvents because the steric factor and the dipole repulsion is less in the case of anti. Polar solvents എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, polar solvents the Gauche form predominates in the case of polar solvents. കാരണം എന്താന്ന് ചോദിച്ചാൽ polar solvents they have a high dielectric constant. ഇപ്പൊ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡൈപോൾസിനെ അകറ്റി നിർത്താനുള്ള ഒരു സോൾവെന്റിന്റെ കഴിവിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ പോളാർ സോൾവെന്റ്സ് വരുമ്പം ഇതിന്റെ ഇടയ്ക്കിട്ടൊക്കെ സോൾവെന്റ്സ് വരുന്നുണ്ട് അല്ലെ, ഇവിടെ എല്ലാം ഇടയ്ക്കോട്ടെല്ലാം സോൾവെന്റ്സ് വരും. അപ്പൊ ഈ സോൾവെന്റ്സ് എന്ത് ചെയ്യും? ഈ 2 ഡൈപോൾസിനെ തമ്മിൽ അകറ്റി നിർത്തും. അപ്പൊ ഗോഷെ ഫോമിൽ ഉണ്ടായിരുന്ന ഒരു ഡൈപോൾ റിപ്പൽഷൻ ഇവിടെ നെഗ്ലിജിബിൾ ആകും ഇൻ ദ കേസ് ഓഫ് പോളാർ സോൾവെന്റ്സ്. അപ്പൊ പോളാർ സോൾവെന്റ്സിന്റെ കേസിൽ ദ ഗോഷെ കൺഫോർമർ വിൽ predominate. Due to the high dielectric constant of the medium, the Coulombic interaction between the dipoles will diminish. So, സോൾവെന്റിന്റെ പൊളാരിറ്റി കൂട്ടുന്നതിനനുസരിച്ച് അവിടെ ഗോഷെ കൺഫോർമർ പ്രിഡോമിനേറ്റ് ചെയ്ത് വരുവാണ് ചെയ്യുന്നത്. ബ്രോമിൻ വരുവാണേലും അയഡിൻ വരുവാണേലും സെയിം സിറ്റുവേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ 1,2-ഡൈഹാലോജിനോ ഈഥേൻസിന് 2 കേസ് ഉണ്ടെന്ന് ഓർക്കണം. ഒന്ന് പോളാർ സോൾവെന്റ്സിലും മറ്റേത് നോൺ പോളാർ സോൾവെന്റ്സ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റിലും ഉള്ള 2 കേസ്. അപ്പൊ 2 കേസിലും വ്യത്യാസം വരും. ഫ്ലൂറിൻ വരുമ്പം ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ഫ്ലൂറിൻ the situation is different from that of chlorine and bromine. Here, the Gauche conformer is found to be more stable than anti-conformer even in gaseous state. നമ്മൾ ബ്രോമിനും അയോഡിനും ക്ലോറിനും പഠിച്ചപ്പം ഗേഷ്യസ് സ്റ്റേറ്റിൽ ആരാണ് മോർ സ്റ്റേബിൾ എന്ന് പറഞ്ഞത്? ഗേഷ്യസ് സ്റ്റേറ്റില് ആന്റി ഫോം ആണ് മോർ സ്റ്റേബിൾ. കാരണം അവിടെ ഡൈപോൾ റിപ്പൽഷൻ ലീസ്റ്റ് ആണ്, സ്റ്റെറിക് റിപ്പൽഷനും ലീസ്റ്റ് ആണ്. അപ്പൊ ഈ ഫ്ലൂറിന്റെ കേസിൽ
ഗേഷ്യസ് സ്റ്റേറ്റ് എടുത്താലും പോളാർ സോൾവെൻസ് എടുത്താലും നോൺ പോളാർ സോൾവെൻസ് എടുത്താലും എല്ലാത്തിലും ഗോഷെ കൺഫോർമർ മാത്രമാണ് സ്റ്റേബിൾ ആവുന്നത്. ഇപ്പൊ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുമ്പോൾ 1,2 ഹാലോജിനോ ഈഥേൻ എടുക്കുക. എന്നിട്ട് ആദ്യമേ അതിൻ്റെ അകത്ത് ഫ്ലൂറിൻ എഴുതരുത്, ക്ലോറിൻ ബ്രോമിൻ അയഡിൻ വെച്ചിട്ട് എഴുതുക. അതിൻ്റെ ആന്റിയും ഗോഷയും വരയ്ക്കുക. 2 കേസസ് ഉണ്ട്, അത് 2 എഴുതുക. അതിൽ ആരാണ് മോർ സ്റ്റേബിൾ, എന്തുകൊണ്ടാണ് മോർ സ്റ്റേബിൾ. അത് കഴിഞ്ഞ് എക്സെപ്ഷൻ എഴുതിയിട്ട് ഫ്ലൂറിൻ എഴുതണം, ഫ്ലൂറിൻ വെച്ചിട്ടുള്ള ഇത്. അതില് ഗോഷെ കൺഫോർമർ ആണ് മോർ സ്റ്റേബിൾ എന്ന് പറയണം, ഈവൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇന്ററാക്ഷൻ which is initiated by the high electronegativity of fluorine atom. അപ്പൊ ഇതൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഗോഷെ കൺഫോർമർ പ്രിഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഒരു ഹൈപ്പർ കോൺജുഗേഷൻ ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ആ സ്ട്രക്ചർ ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ഗോഷെ ഫോമിൻ്റെ അകത്ത് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ആ ഫ്ലൂറിനും ഓർത്തോഗണൽ ആയിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ ആ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലൂറിൻ വരുമ്പം ഏത് സ്റ്റേറ്റ് നമ്മൾ എടുത്താലും ഗോഷെ കൺഫോർമർ പ്രിഡോമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നെറ്റ് കണക്ഷൻ വേണം. അപ്പൊ നെറ്റ് ഓൺ ആക്കിയിട്ടേ വീഡിയോ കിട്ടത്തുള്ളൂ കേട്ടോ. Hello friends, welcome to the stereochemistry lecture. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1, 2 ഇപ്പം നമ്മൾ എല്ലാ ഐഡന്റിക്കൽ ഹാലജൻ ആറ്റംസ് ആയിരുന്നു എടുത്തത് അല്ലേ. 2 എണ്ണവും ക്ലോറിന്, 2 എണ്ണവും ഫ്ലൂറിന്, 2 എണ്ണം ബ്രോമിൻ, അങ്ങനെ. ഇപ്പൊ 2 ഡിഫറെന്റ് ഹാലജൻസ് വരുവാണെങ്കിൽ ഇപ്പൊ 1, 2 ക്ലോറോ ഫ്ലൂറോ ഈഥീൻ, 1, 2 ബ്രോമോ ഫ്ലൂറോ ഈഥീൻ, 1, 2 ഫ്ലൂറോ അയഡോ ഈഥീൻ. അപ്പൊ ഇതിന്റെ എല്ലാം ഫോംസ് ഗോഷയും ആന്റിയും നിങ്ങൾ ബുക്കിൽ വരയ്ക്കണം. ഇതിലെല്ലാം ആന്റി ഫോം പ്രിഡോമിനേറ്റ്സ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ആൻഡ് ഗോഷെ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പോളാർ സോൾവെൻസിൽ കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാം വരയ്ക്കണം, ആന്റിയും ഗോഷയും വരച്ച് ഗേഷ്യസ് സ്റ്റേറ്റിൽ ആരാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട്, പോളാർ സോൾവെൻസിൽ ആരാണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട്. ഇതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നൊരു അസൈൻമെന്റ്, discuss the conformational analysis of 2-methyl propane and 2,2-dimethyl propane. ഫസ്റ്റ് ക്ലാസ്സിലെ ഒരു ചലഞ്ചിങ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ തരുവാണ്. സ്റ്റഡി അല്ലെങ്കിൽ ഡിസ്കസ് ദ കൺഫോർമേഷണൽ അനാലിസിസ് ഓഫ് 2,3-dimethyl butane. അപ്പൊ ഇതിന്റെ കൺഫോർമേഷൻസ് എല്ലാം വരയ്ക്കണം. അപ്പൊ ഈ കേസിൽ എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും എല്ലാം വരച്ച് ഏതാണ് മോർ സ്റ്റേബിൾ കൺഫോർമർ, എന്തുകൊണ്ട് കേട്ടോ. ഈ അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഹൈഡ്രജൻ ബോണ്ടഡ് അസൈക്ലിക് മോളിക്യൂൾസ് ആണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എഥിലീൻ ഗ്ലൈക്കോൾ ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിലെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്ന കേസാണ് അല്ലേ. അപ്പം അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ് എഥിലീൻ ഗ്ലൈക്കോൾ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് CH2OH, CH2OH. അപ്പൊ ഇതിന്റെ അകത്ത് ദ കൺഫോർമേഷണൽ സ്റ്റെബിലിറ്റി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ 2 vicinal groups, and the presence of these intramolecular hydrogen bonding gives extra stability to that conformer. ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്കറിയാം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന്. ഇറ്റ് ഈസ് പോസിബിൾ ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ റിച്ച് ആൻഡ് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഗ്രൂപ്പ്. 2 കൺഫോമേഴ്സിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആകുന്നത്. ഒന്ന് എക്ലിപ്സ്ഡ് കൺഫോർമറിലും ഒന്ന് ഗോഷെ കൺഫോർമേഷനിലും.
പക്ഷെ എക്ലിപ്സ്ഡ് കൺഫോർമേഷൻ്റെ അത് ദർ ഈസ് ബോത്ത് ടോർഷണൽ സ്ട്രെയിൻ ആൻഡ് വാണ്ടർവാൾ റിപ്പൾസീവ് ഇന്ററാക്ഷൻ which is very strong and that can act as a destabilizing factor. അതുകൊണ്ട് ഗോഷെ കൺഫോർമേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഇൻ ഗോഷെ കൺഫോർമേഷൻ with a torsional angle of 60 to 70 degree between the two interacting group, ഹൈഡ്രജൻ ബോണ്ടിങ് ആര് തമ്മിലാന്ന് ആദ്യമേ അറിയണം, ആരൊക്കെ തമ്മിലാണ് പോസിബിൾ ആകുന്നത് കേട്ടോ. Two interacting groups which is conformationally suitable for the formation of stable intramolecular hydrogen bonding. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആകുന്നത് ഗോഷെ കൺഫോർമേഷൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഗോഷെ കൺഫോർമേഷൻ അവിടെ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. അപ്പൊ ആന്റിക്കകത്ത് എന്താ പറ്റുന്നത്? ആന്റിക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഇറ്റ് ഈസ് സ്റ്റെറിക്കലി ഫേവേർഡ്, intramolecular hydrogen bonding is not possible due to the large distance between the interacting group. ആന്റിക്കകത്ത് intramolecular hydrogen bonding ഇല്ല, even though it is sterically favored. ഇപ്പൊ എഥിലീൻ ഗ്ലൈക്കോൾ എടുക്കുവാണ്, CH2OH CH2OH. രണ്ട് കൈറാൽ സെന്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ രണ്ട് കൈറാൽ സെന്റേഴ്സ്? ഒന്ന് ഈ കാർബൺ, രണ്ടാമത്തത് ഈ കാർബൺ അല്ലേ? രണ്ട് കൈറാൽ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കാർബണിൽ ആരൊക്കെ ഉള്ളത്? രണ്ട് എച്ചും ഫ്രണ്ട് കാർബൺ ആറ്റത്തെ രണ്ട് എച്ചും ഒരു ഒ എച്ചും. ബാക്ക് കാർബൺ ആറ്റത്തിൽ ആരൊക്കെയുണ്ട്? ഇതുപോലെ തന്നെ രണ്ട് എച്ചും ഒരു ഒ എച്ചും. അപ്പൊ ഇത് പാർഷ്യലി എക്ലിപ്സ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? എച്ചിന്റെ ബാക്കിൽ ഒ എച്ച് ആണ് വന്നിരിക്കുന്നത്. പാർഷ്യലി എക്ലിപ്സ്ഡ്, ഒ എച്ചിന്റെ ബാക്കിൽ എച്ച്. ഇത് ഫുള്ളി എക്ലിപ്സ്ഡ് ആണ്, ഒ എച്ച്. ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇതിന്റെ അകത്തും ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. പക്ഷെ ഈ കേസിൽ ടോർഷണൽ സ്ട്രെയിനും വാണ്ടർവാൾ റിപ്പൾസീവ് ഇന്ററാക്ഷനും സ്ട്രോങ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവിടെ ഒരു ഡീസ്റ്റെബിലിറ്റി ഫാക്ടർ അതിന് അവിടെ കൊടുക്കുവാണ്. അതാ കൂടുതൽ നിൽക്കുന്നത് അവിടെ. ഇത് ഗോഷെ ഫോമും. ആന്റി ഫോം എങ്ങനെയാ? ഒ എച്ചും ഓപ്പോസിറ്റ് സൈഡിൽ വരും. അപ്പൊ നിങ്ങൾ ഇത് എടുക്കുമ്പം ആദ്യമേ ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് വരയ്ക്കാൻ പാടാണെങ്കിൽ നമ്മൾ പതുക്കെ വരച്ച് വരണം അതിലേക്ക് കേട്ടോ. വരയ്ക്കുമ്പോൾ ഒരിക്കലും തെറ്റിപ്പോകരുത്, പല പ്രാവശ്യം വരച്ചേ പഠിക്കാവുള്ളൂ കേട്ടോ. ഫ്രണ്ട് കാർബണാറ്റം ബാക്ക് കാർബണാറ്റം ഒരാളെ മാത്രമേ ഒരു സമയത്ത് റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ. ഗോഷെ ഫോമിന്റെ അകത്ത് സ്റ്റേബിൾ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ. അപ്പൊ എഥിലീൻ ഗ്ലൈക്കോളിന്റെ അകത്ത് അപ്പൊ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇത് രണ്ടും ഡൈപോൾസ് ഉള്ള ഗ്രൂപ്പ് അല്ലേ, OH-OH. അപ്പൊ അവിടെ ഈ ഗോഷെ ഫോമിന്റെ അകത്താണ് മോർ സ്റ്റെബിലിറ്റി ഉള്ളത്. സോ ഇറ്റ് ഹാസ് എ കൺസിഡറബിൾ ഡൈപോൾ മൊമെന്റ് ഓൾസോ. OH ഓപ്പോസിറ്റ് വരുവാണെങ്കിലാണ് ഡൈപോൾ മൊമെന്റ് നെഗ്ലിജിബിൾ ആകുന്നത്. അപ്പൊ അടുത്തടുത്ത് നിൽക്കും. എഥിലീൻ ഗ്ലൈക്കോൾ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഗോഷെ ഫോം ആണ് 95% നിൽക്കുന്നത്. അപ്പൊ നമ്മൾ എഥിലീൻ ഗ്ലൈക്കോളിനെ നമ്മൾ എടുക്കുമ്പോൾ അതിന് എപ്പോഴും ഒരു ഡൈപോൾ മൊമെന്റ് കാണും. ആ ഡൈപോൾ മൊമെന്റ് വരാനുള്ള റീസൺ ഇതാണ്. ആ ഡൈപോൾ മൊമെന്റ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എഥിലീൻ ഗ്ലൈക്കോളിന്റെ അകത്ത് ഗോഷെ ഫോം ആണ് പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഗോഷെ ഫോമിന്റെ അകത്ത് രണ്ട് OH-ഉം അടുത്തടുത്താണ് നിൽക്കുന്നത്, വിത്തിൻ 60 to 70 ഡിഗ്രി. അപ്പൊ അവിടെ ഒരു ഇറ്റ് വിൽ ഹാവ് എ negligible or reasonable considerable dipole moment. So ഈ ഗോഷെ കൺഫോർമർ it has been recognized by IR spectra of these compound also. അപ്പൊ ഏത് മോളിക്യൂളും with the general formula CH2OH CH2X, അതായത് OH-ന് പകരം ഇവിടെ X ആണെന്ന് കരുതുക. ഏത് മോളിക്യൂളും X എന്ന് പറയുന്നത് it can be OH or it can be NH2, fluorine, chlorine, bromine, OR ആകാം, NR2 ആകാം, ഏത് വേണേലും ആകാം എക്സിന് പകരം. ഇവിടെ ഇപ്പൊ ക്ലോറിൻ വരുവാന്ന് കരുതുക. ഹൈഡ്രജനും
ക്ലോറിനും തമ്മിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ലേ? ഹൈഡ്രജൻ ഈസ് അറ്റാച്ച് ടു ആൻ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. അപ്പൊ ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആകും. ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പൊ ഇവര് തമ്മിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് പോസിബിൾ. ഇവിടെ എച്ചും Cl കൂടി നിൽക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ എച്ചും ഈ ഓയും തമ്മിൽ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആകുമോ? ഇല്ല കേട്ടോ. കാരണം എന്താ? എച്ച് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റമുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരെണ്ണം വേണം. അവിടെ അത് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യും. അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഈ എച്ചും ഈ ഓയും തമ്മിലൊന്നും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവത്തില്ല കേട്ടോ. അപ്പൊ ആദ്യമേ ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഏത് സിസ്റ്റത്തിൽ, അതായത് CH2OH, CH2X, where X can be OH, X can be NH2, any halogen, NR2, എല്ലാത്തിലും ഗോഷെ കൺഫോർമർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ആന്റി ഡ്യൂ ടു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ഇതിൻ്റെ അകത്തൊരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണണമെങ്കിൽ, അതായത് ഈ എതിരീൻ ഗ്ലൈക്കോളിന്റെ പറയുന്നതാണ്. അപ്പൊ ഈ വീഡിയോ കേട്ടിട്ട് ഇതിൽ നിന്നും എഴുതിയെടുക്കണം നിങ്ങൾ നോട്ടിലേക്ക് കേട്ടോ. അപ്പൊ ഈ വീഡിയോ കാണണമെങ്കിൽ നെറ്റ് വേണം. അപ്പൊ അത് വെച്ചിട്ട് കാണാവുള്ളൂ കേട്ടോ. അപ്പൊ ഇത് റെഫറൻസ് ബുക്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് നാസിപൂരി, സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ബൈ എല്ലീൻ, ബേസിക് സ്റ്റീരിയോകെമിസ്ട്രി ഓഫ് ഓർഗാനിക് മോളിക്യൂൾസ് ബൈ സുബ്രത സെൻ, ആൻഡ് സ്റ്റീരിയോകെമിസ്ട്രി കൺഫർമേഷൻ ആൻഡ് മെക്കാനിസം ബൈ PS കൽസി. നാസിപൂരിയാണ് സ്റ്റാൻഡേർഡ് ബുക്ക്. എലിയിലും സ്റ്റാൻഡേർഡ് ബുക്ക് തന്നെയാണ്, പക്ഷെ ഒരിച്ചിരി പാടാണ് മനസ്സിലാക്കാൻ. അപ്പം പറ്റുവാണെങ്കിൽ നാസിപൂരിയുടെ ഒരു കോപ്പി നിങ്ങൾ കൈ വെക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന അസൈൻമെന്റ് ചെയ്ത് ബുക്കിൽ ഇടുക കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ കോളേജ് വരുമ്പോൾ അതെല്ലാം ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, താങ്ക് യു.